മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നാണ് പുറത്തുവരാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിൽ നിർണായകമായ യോഗം ചേരുന്നത്. അതിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ 100ഓളം സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തു വരുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളും ഉൾപ്പെടും. തിരുവനന്തപുരം ഈ ലിസ്റ്റിൽ ഉണ്ടാവും, പത്തനംതിട്ട ഉണ്ടാവും, പാലക്കാട് ഉണ്ടാവും, തൃശ്ശൂർ ഉണ്ടാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് എന്ന കാര്യം ഉറപ്പാണ്. സി കൃഷ്ണകുമാറാണ് പാലക്കാട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി വരുന്നത് എന്ന കാര്യത്തിൽ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ശശി തരൂരിനെ നേരിടാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് ഇപ്പോൾ ചർച്ചയിൽ ഉള്ളത്. അവസാന നിമിഷം എന്തെങ്കിലും അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിച്ചാലേ ഇനി രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേരിന് മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ. തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലും ചിലപ്പോൾ പി.സി. ജോർജിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അനിൽ ആന്റണിയുടെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്തായാലും കാത്തിരിക്കാം ആരാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ പോകുന്നത്. ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറാണ് ശശി തരൂരിനെ നേരിടാൻ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. അതേസമയത്ത് തന്നെയാണ് കുമ്മനം രാജശേഖരൻ. നേരത്തെ ശക്തമായ പോരാട്ടം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ച കുമ്മനം രാജശേഖരൻ ഇത്തവണ മത്സര രംഗത്തേക്കില്ല എന്നുള്ള വിവരവും വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? ആർക്കും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വരുന്നില്ലല്ലോ. നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള അവസാന പട്ടിക വന്നാലേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വഴിയുള്ളൂ എന്നാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരം? കുമ്മനം ഉണ്ടാവില്ലേ? തീർച്ചയായും മഞ്ജുഷ, ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത, കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ഒരു പേര് നിർദ്ദേശിക്കാൻ പോലുമുള്ള തരത്തിലുള്ള പരിഗണന ഇല്ല എന്നുള്ളതാണ്. കാരണം കേന്ദ്ര നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രസക്തമാകുന്നത്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേരും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന പേരും രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. മറ്റു 2 പേരുകളുള്ളത് നിർമ്മലാ സീതാരാമനും എസ് ജയശങ്കറുമാണ്. നിർമ്മലാ സീതാരാമന്റെയും ജയശങ്കറിന്റെയും പേര് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര പാർലമെന്ററി മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റാണ്. ഈ ഇരുവരും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കണം എന്ന തരത്തിലുള്ള പ്രസ്താവന, മത്സരിക്കും എന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ, കുറഞ്ഞപക്ഷം തിരുവനന്തപുരത്തെ നേതാക്കൾക്കിടയിലെങ്കിലും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനപ്പുറം നിർമ്മലാ സീതാരാമനും അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ ബി.ജെ.പി വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം തരൂരാണ് ഇവിടെ സ്ഥാനാർത്ഥി. തരൂരിനെ നേരിടാൻ അത്തരത്തിലുള്ള ഒരു ടെക്നോക്രാറ്റ് തന്നെ വരണം എന്നുള്ള നിർബന്ധം കേന്ദ്ര നേതൃത്വമുണ്ട്. അതിന്റെ ഭാഗമായാണ് രാജീവിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനായിരുന്നു മത്സരരംഗത്ത്. 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് തരൂരിനോട് തോറ്റത്. കുമ്മനത്തിന്റെ പേരും പരിഗണനയിലുണ്ട് എങ്കിൽ പോലും ഇത്തവണ കുമ്മനം മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കുമ്മനം, കൃഷ്ണദാസ് പോലെയുള്ള മുതിർന്ന നേതാക്കൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകണം എല്ലാ മണ്ഡലങ്ങളിലും എന്നുള്ള സൂചനകൾ, നിർദ്ദേശം RSS നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ കുമ്മനത്തിന്റെ പേര് കൊല്ലത്ത് പരിഗണിച്ചിരുന്നു. പക്ഷേ കൊല്ലത്ത് ഇപ്പോൾ സജീവമായി പരിഗണനയിലുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ ശോഭയ്ക്ക് കോഴിക്കോട് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അവിടെ MD രമേശനാണ് പാർട്ടി നൽകുന്ന സാധ്യത. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കേണ്ടി വരും. ആറ്റിങ്ങൽ ഇന്ന് പുറത്തു വരുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് തിരുവനന്തപുരവും അതുപോലെ തന്നെ പത്തനംതിട്ടയും പാലക്കാടും തൃശ്ശൂരുമാണല്ലോ. തൃശ്ശൂരും പാലക്കാടും അറിയാനില്ല, സുരേഷ് ഗോപിയും സി കൃഷ്ണകുമാറും. പക്ഷേ പത്തനംതിട്ട ഇപ്പോഴും ചർച്ചാ വിഷയമാണല്ലോ. പി.സി. ജോർജ് അല്ലാതെ മറ്റൊരാൾ ഉണ്ടാവുമോ അവസാന പട്ടിക വരുമ്പോൾ? പി.സി. ജോർജുമായി ബന്ധപ്പെട്ട കാര്യം, പി.സി. ജോർജിന് മത്സരരംഗത്ത് പി.സി. ജോർജിന് മത്സരിക്കാനുള്ള തരത്തിലുള്ള സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പി.സിയുടെ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. ഒപ്പം ബി.ജെ.പി വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് അനിൽ ആന്റണിയുടെ പേര് പത്തനംതിട്ടയിൽ സജീവമായി പരിഗണിക്കുന്നുള്ളതാണ്. നമുക്കറിയാം അനിൽ ആന്റണി ബി.ജെ.പിയുടെ പ്രധാന മുഖമാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ. A.K. ആന്റണിയുടെ മകനാണ്, ന്യൂനപക്ഷ മുഖമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായി അനിൽ ആന്റണി മാറിയിട്ടുണ്ട്. ബി.ജെ.പിയിൽ ഇപ്പോൾ പരിഗണന ലഭിക്കുന്ന യുവ നേതാക്കളിൽ ഒരാളായി അനിൽ ആന്റണി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പി.സി. ജോർജ് മത്സരിക്കണം എന്ന നിലപാട് കർശനമാക്കിയാൽ മാത്രമായിരിക്കും പക്ഷേ അനിൽ ആന്റണിയുടെ പേര് മാറുക. പക്ഷേ പി.സിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അക്കോമഡേഷൻ പാർട്ടി നൽകിയാൽ, ഒപ്പം
ഷോൺ ജോർജിനും അത്തരത്തിലുള്ള പരിഗണന പാർട്ടി നൽകിയാൽ PC പത്തനംതിട്ടയിൽ നിന്ന് മാറാൻ സന്നദ്ധനാണ് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ തോമസ് ഐസക്ക് ഒപ്പം സിറ്റിംഗ് MP കൂടിയായ പത്തനംതിട്ട കോൺഗ്രസ് MP അടക്കമുള്ള 3 പേരുടെ ഒരു ശക്തമായ ത്രികോണ മത്സരം അൽ ആന്റണിയോട് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാന പുതിയ വിവരമായി വരുന്നത്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മഞ്ജുഷ് പറഞ്ഞവിടെ 4 മണ്ഡലങ്ങളിലെങ്കിലും ഒപ്പം BDJSന്റെ കോട്ടയം അടക്കമുള്ള കോട്ടയത്തെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയാകും. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള 2 മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ 6 മണ്ഡലങ്ങളുടെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ളതാണ്. അന്തിമ തീരുമാനം 100-120 മണ്ഡലങ്ങളിലെ അന്തിമ തീരുമാനം BJPയുടെ സെൻട്രൽ കമ്മിറ്റി ഇന്ന് എടുക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണോ വയനാട്ടിൽ നടക്കാൻ പോകുന്നത്? ഈ ശോഭയുടെ പേര് അങ്ങോട്ടും പരിഗണിക്കുന്നില്ലേ? തീർച്ചയായും വയനാട്ടിലും ആ പരിഗണന ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ മത്സരിച്ചത്. തുഷാറിനെ പോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനം BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ തരത്തിലുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത സംസ്ഥാന നേതാക്കൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം നമുക്കറിയാം മഞ്ജുഷ 100-120 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഉത്തർപ്രദേശിലെ അടക്കമുള്ളവരാണ്. ബോളിവുഡ് താരങ്ങളെ പോലും പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിരിക്കും കേരളത്തിലെ പ്രഖ്യാപനം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേതാക്കൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടാകും. ഒപ്പം ആലപ്പുഴയിലെ കാര്യം കൂടി പറഞ്ഞു വെക്കണം. ആലപ്പുഴയിൽ 2 പ്രധാന പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷയുടേതാണ്. ലിഷയുടെ പേര് ലിഷ BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. RSS നിർബന്ധിച്ചാൽ ലിഷ മത്സരിക്കുമെന്നാണ് സൂചനകൾ. സന്ദീപ് വചസ്പതിയാണ് മറ്റൊരു പേരായി പ്രധാനമായും പരിഗണനയ്ക്ക് വരുന്നത്. ലിഷ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ സന്ദീപ് അവിടെ സ്ഥാനാർത്ഥി അയക്കും എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഒപ്പം ഈ പ്രഫുൽ കൃഷ്ണന്റെ പേര് വടകരയിൽ പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എറണാകുളത്ത് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ അൽ ആന്റണി ആണ് എങ്കിൽ എറണാകുളത്ത് അൽ ആന്റണി പത്തനംതിട്ട അല്ലെങ്കിൽ എറണാകുളത്താണ് പരിഗണിക്കാനുള്ള മറ്റൊരു സ്ഥലം. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് അൽ ആന്റണി മത്സരിച്ചില്ല എങ്കിൽ AN രാധാകൃഷ്ണന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇടുക്കി BDJSന്റെ സീറ്റാണ്. മാവേലിക്കരയിൽ BDJSന്റെ പ്രതിനിധിയായി കലാശാല ബൈജു മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ചാലക്കുടിയും BDJSനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് BJP കടക്കുന്നു. ഏതായാലും നാളെ രാവിലെ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരി രഞ്ജിത്ത്, വൈകിട്ടാണ് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പട്ടികയൊക്കെ പൂർത്തിയായി നാളെ രാവിലെയോടുകൂടി 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് അന്തിമമായി അറിയുവാൻ കഴിയും.